ഫോട്ടോ വീഡിയോ ഞാൻ ലീഡ് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കണേ. ഇരിക്കാൻ പറ്റുമോ? ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഷാരോ ഫെലോഷിപ്പ് ചർച്ചിന്റെ ലഹരിവിരുദ്ധ സന്ദേശയാത്രയാണ് നല്ലില്ലയുടെ പ്രദേശത്തൂടെ കടന്നെത്തിയിരിക്കുന്നത്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. നമുക്കറിയാം, ഇന്ന് സംസ്ഥാനവും ഇന്ത്യയും എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം, മദ്യപാനം, ആത്മഹത്യ. ഇതിനെതിരെയുള്ള ഒരു സന്ദേശയാത്രയാണ് ഞങ്ങളിവിടെ നടത്തി ഈ പ്രദേശത്തെത്തിയിരിക്കുന്നത്. ഇന്നത്തെ സന്ദേശയാത്ര പ്രാർത്ഥിച്ചാരംഭിക്കാനായിട്ട് ജോയി പാസ്റ്റർ ക്ഷണിച്ചോളൂ. കർത്താവേ, നന്ദിയാലും സ്തോത്രം. പരിശുദ്ധമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, രാവിലെ കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച് സന്ദേശയാത്രയോ നല്ലിലായിൽ എത്തിച്ചേരുവാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്ക് ഞങ്ങളെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇവിടെ നടക്കുന്നതായ പ്രഭാഷണം എല്ലാ നിലകളിലും അനുഗ്രഹമായി തീരുവാൻ, ആ വാക്കുകൾ ശ്രമിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും നിർണായകമായ വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താസന്മാരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സംസാരിപ്പാൻ ആവശ്യമായ ദൈവകൃപ അവരുടെ മേൽ പകർന്ന് സഹായിക്കും. പ്രാർത്ഥന കേട്ടതോട് സ്തോത്രം. യേശുവിൻ നാമത്തിലേ. കേൾക്കാനായി വന്നിടുന്നു സ്നേഹിയായി യേശുവിൻ സ്നേഹം പാടാം, സ്നേഹം പാടാം. സ്നേഹം പാടാം, സ്നേഹം പാടാം, സ്നേഹം പാടാം. മഹാസന്തോഷമായി ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ തിന്മകയെ മാറ്റി നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി. എത്ര അടിമയായിക്കോട്ടെ, ഏതെല്ലാം ഭാവസ്വഭാവങ്ങളുടെ വ്യക്തിയായിക്കോട്ടെ, നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനായിട്ട് ഇടയായത്. ആ യേശു ക്രിസ്തു മാനവല്ലാതെ ഒരു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സകലരോടും ഈ സുവിശേഷം അറിയിക്കണം. ഇങ്ങനെയുള്ളവരെ ഞങ്ങളിവിടെ വന്നതിന്റെ ഉദ്ദേശം യേശു വേദനയോടെ ഭാരത്തോടെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആരെങ്കിലും എന്നെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന യേശുകൊണ്ട് ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ എത്ര വലിയ പാവമായിരുന്നാലും അത് ചോപ്പായിരുന്നാലും നല്ല റേറ്റാ നോക്കാം നമുക്ക്.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഈ ദേശത്തോടൊക്കെ മനസ്സൊലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ പ്രോഗ്രാമിനെയും കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വേണ്ടതിനായി സ്തോത്രം. നമ്മുടെ മാതാപിതാക്കൾക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുടേതായിരിക്കുന്ന വേദനകളിൽ നമ്മളും നമ്മളുടെ നാടടക്കം അവരുടെ ദുഃഖത്തിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ഭാരങ്ങളിൽ, വേദനകളിൽ പങ്കുകൊള്ളുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്നതായിരിക്കുന്ന ഈ പ്രത്യേക ദിവസത്തിൽ ഞങ്ങളും ഈ ദേശത്തേക്ക് കടന്നു വന്നത് നമ്മുടെ ദേശത്തെ ഈ ദിവസങ്ങളിൽ അടിമുടി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്ന ജീവിതങ്ങൾ മടങ്ങി വരണമെങ്കിൽ ഞങ്ങൾ മാത്രം ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ. ഈ ദേശത്തുള്ള ഓരോ മാനവിതാക്കളും വിചാരിക്കണം. ഈ ദേശവാസികൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകളെ നേരായ പാതയിൽ നടത്തുവാൻ കഴിയൂ. നമ്മുടെ തലമുറകൾ നല്ലതായി വളർന്നു വന്നാൽ നമുക്ക് നല്ലൊരു കേരളത്തെ പടുത്തുടെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. നല്ലൊരു കേരളം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു നല്ല കേരളം പടുത്തുയർത്തത്തെ ഉയർത്തുവാൻ നമുക്കിടയാകട്ടെ. ആമേൻ. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടയെ എന്ന് അരുളി ചെയ്ത യേശു കർത്താവിൽ എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങിപ്പോയവർ, തകർന്നു തരിപ്പണമായ കുടുംബങ്ങൾ, എത്രയോ പേര് അവസാന സമാധാനം കണ്ടെത്തുവാൻ യേശുവിന്റെ പാദപീഠത്തിൽ മുടങ്കാലുകൾ മടക്കി. ആ മുടങ്കാലുകൾ മടക്കിയവർ, അനേക പ്രിയപ്പെട്ടവർ ഇന്ന് നല്ല ഒരു ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഈ ദേശത്തെ ശ്രദ്ധിക്കുന്നവരെ സമാധാനമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഏതെങ്കിലും കുടുംബങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, മദ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത് സമാധാനം തരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ തലമുറകൾ പാപത്തിന്റെ വഴിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു സെക്കൻഡ് യേശുവേ രക്ഷിക്കണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും നിങ്ങളുടെ അരികിൽ കടന്നു വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ അവസാനമായി ഉയർത്തുകയാണ്. അതുകൊണ്ട് രോഗികളായി കിടക്കുന്നവരോ, മനം തകർന്നിരിക്കുന്നവരോ, മാനസിക സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരോ, വിഷാദ രോഗങ്ങൾ കടിമകളായിരിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയിൽ ഒരു മടങ്ങി വരവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനൊരു മടങ്ങി വരവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ഭവനത്തിനൊരു സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം യേശുവെന്ന് വിളിച്ചാട്ടെ. അതെ, നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് അനുഗ്രഹം തരുവാൻ, നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശം ഹല്ലേലൂയ രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്നും, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, ലോകപരമായ വെറിക്കുത്തുകളിൽ നിന്നും പിടിവിക്കപ്പെടട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരും, എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സും, എല്ലാ നാട്ടുകാരായ പ്രിയപ്പെട്ട സ്നേഹിതരെയും നിങ്ങളെ എല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും 78ാമത്തെ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സർവേശ്വരനായ ദൈവമേ, ഈ പെരുമ്പുഴ നിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളിലും ദൈവിക സമാധാനം നിറയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാല് ഈ ദേശത്ത് ബിസിനസ് ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. ഓട്ടോ ടാക്സി ബ്രോ, ഇത് നേരെ തിരിച്ചു സമയം കണ്ടെത്തി കേട്ടോ. അതോ കൊടുത്തോ, ആന്റിക്ക് കൊടുത്തോ. തിരിച്ചേ തിരിച്ചേ ആ കൊള്ളാം.
പ്രത്യയ ശാസ്ത്രങ്ങളല്ല, ഇസങ്ങളല്ല, അർപ്പണങ്ങളല്ല, തർപ്പണങ്ങളല്ല. മാറ്റം വരുത്താൻ കഴിയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായനായ യേശുവിനെന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങൾ ഒന്ന് കരങ്ങൾ ഉയർത്തി അവൻ ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവിനെ ഒന്ന് ഉയർത്തിയാണ്. ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ഇതിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ അവരെ മാറ്റിയത് യേശുവിന്റെ സ്നേഹമാണ്, യേശു വരുത്തിയ മാറ്റമാണ്. പെരും വേഷത്തോട് ഞങ്ങൾക്ക് പറയാൻ അവൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിത, അവൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഇതൊന്ന് ചലഞ്ചായി ഏറ്റെടുത്ത് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ള നസ്രേനായ യേശുവുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുക, ആ കർത്താവിനെ ആരാധിക്കാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അവൻ ആരാണ്? ദൈവം. ദൈവം സ്വയംഭൂവാണ് എന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാക്കിയവനല്ല ദൈവം, ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്തവൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ അവൻ ഗൗരവമുള്ളൊരു വാക്യം കണ്ടപ്പോൾ ആരും കാണാത്തവൻ, അവൻ അൽഫയായവൻ, ഒമേഗയായവൻ, ആ ദൈവമാണ് ഈ ഭൂലോകത്തെ മുഴുവൻ ഉണ്ടാക്കിയത്. അവൻ സ്വയമായി ഉണ്ടായി വന്നതല്ല, ആരും ഉണ്ടാക്കിയതല്ല, അവൻ സ്വയംഭൂവായ ദൈവമാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന അവൻ ഒരു മേശയുടെ അവൻ കാലൊടിഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് പണിഞ്ഞ ആശാരിയെ വിളിച്ചിട്ട് അതിന്റെ കാല് ശരിയാക്കും. അവൻ ആശാരിക്ക് അതൊരു വലിയ വിഷയമല്ല. അദ്ദേഹത്തിന്റെ പണിയായുധങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹം അത് മനോഹരമായി പണിയും. എന്നാൽ മേശയുടെ കാലൊടിഞ്ഞ് അവൻ ആശാരിയെ വിളിച്ചത് ശരിയാക്കുമെങ്കിൽ ആശാരിയുടെ കാലൊടിഞ്ഞാൽ അവനെ മേശയ്ക്ക് ശരിയാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, സൃഷ്ടിതാവിന് മാത്രമേ ഇവിടുത്തെ സൃഷ്ടിയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ഇന്ന് 78 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഇന്ത്യ അവൻ സ്വതന്ത്ര രാജ്യമായി മാറി. അവൻ ജർമ്മൻ ഫിലോസഫറായിരുന്ന അവൻ ജോർജ് ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് 3 അർത്ഥങ്ങൾ 3 മേഖലകളിൽ അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. ഒന്ന് പൗരസ്വാതന്ത്ര്യം, 2 വ്യക്തി സ്വാതന്ത്ര്യം, അങ്ങനെ 3 പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം. വിശകലനം ചെയ്യാതെ നിങ്ങൾക്ക് ഇത് 3 പദങ്ങളും വളരെ മനസ്സിലാകുന്ന പദങ്ങളാണ്. വ്യക്തി സ്വാതന്ത്ര്യം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം ധരിക്കണം, എവിടെ പാർക്കണമെന്ന് തീരുമാനിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം. ഇന്ത്യൻ പൗരനെന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും ഒരു പൗരസ്വാതന്ത്ര്യമുണ്ട്. അവൻ ഇന്ത്യൻ ഭരണഘടനയെ അനുശ്വാസിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുക, അതനുസരിച്ച് പൗരന്റെ സ്വാതന്ത്ര്യം. 3 രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ 3 സ്വാതന്ത്ര്യങ്ങളല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അത് വ്യക്തി സ്വാതന്ത്ര്യമായി, അത് പൗര സ്വാതന്ത്ര്യമായി, അപ്പോൾ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമായി മാത്രം നിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അവൻ വിളിച്ചറിയിക്കുന്ന സ്വാതന്ത്ര്യം എന്തെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകം വിളിച്ചറിയിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ അകത്തെ മനുഷ്യനായ ആത്മാവിനുള്ള രക്ഷയാണ്, ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ്. ആ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന് നാം എന്ത് ചെയ്യണം? ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യേ അവൻ തൂങ്ങപ്പെട്ട് കിടക്കുന്ന കർത്താവ്, ആ കർത്താവ് അങ്ങനെ ക്രൂശിൽ കിട്ടിയല്ലോ. പിടിച്ചോണ്ടിരിക്കുന്നതിന് പോലെ കഴുത്തോട്ടൊക്കെ ഇട്ടാൽ പോലെ ഒരു വണ്ടി മേടിച്ചിട്ട് കഴുത്തോട്ടൊക്കെ ഇട്ടാൽ പോലെ
ആദ്യമായി അറിയിക്കുകയാണ്. ഇന്ത്യ അതിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഇന്ന് രാവിലെ ശാസ്താംകോട്ടയുടെ ആരാധ്യനാകുന്ന സബ് ഇൻസ്പെക്ടർ ബഹുമാനാകുന്ന സർ ഷാനവാസ് സാർ ഉദ്ഘാടനം ചെയ്ത് ഫ്ലാഗ് ഓഫ് ചെയ്ത് അനേക പട്ടണങ്ങളിൽ മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെയുള്ള സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയതിനു ശേഷമാണ് ഇന്ന് വൈകിയ വേളയിൽ നെടിവിളയിലേക്ക് എത്തുകയാകുന്നത്. ഇന്ത്യ അതിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിലുണ്ടായ അതിദാരുണമാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഞങ്ങൾ സ്മരിക്കുകയാണ്. പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നിവിടങ്ങളിൽ 500-ലധികം പ്രിയപ്പെട്ടവർ ഒറ്റൊരു രാത്രി കൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനിടയായി തീർന്നു. ഇനിയും 150-ലധികം ആളുകളെ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടേണ്ടത് അക്ഷീണ പ്രവർത്തനത്തിലായിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ വയനാട്ടിലെ പ്രിയജനങ്ങളോടുള്ള ആദരാഞ്ജലികൾ ഞങ്ങൾ CM-ന്റെ നേതൃത്വത്തിൽ, ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അറിയിക്കുകയാണ്. കേരള ഗവൺമെന്റ്, പ്രതിപക്ഷം, മറ്റിതര രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഒരു മനസ്സോടെ വയനാടിന്റെ പൂർവീകരണത്തിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി, പുനഃസ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും CM-ന്റെ എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ത്യ അതിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ CM ഉയർത്തുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയാണ്. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം അറിയപ്പെടുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നടന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ ദേശീയ വിപത്തിനെ നമ്മുടെ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങൾ ഈ യാത്രയിലൂടെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വേങ്ങൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് രാജു തോമസ് ജോർജ് എന്നറിയപ്പെടുന്ന 69 വയസ്സുകാരൻ, ലിജി തോമസ് എന്നറിയപ്പെടുന്ന 63 വയസ്സുള്ള ദമ്പതികൾ അവരോട് ചേർന്ന് വന്ന കാറ് കത്തി കരിക്കുവാൻ ഇടയായി തീർന്നൊരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. രാജു തോമസ് ജോർജ് 69, രാജി തോമസ് 63 എന്നറിയപ്പെടുന്ന ദമ്പതികൾ സ്വയം കത്തിച്ച്, അവരുടെ കാർ കത്തിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പോലീസ് പുറത്തുവിടുവാനിടയായി തീർന്നത്. അവരുടെ ഭവനത്തിൽ നിന്ന് കിട്ടിയ ഒരു ലെറ്ററിന്റെ വിശദീകരണം അനുസരിച്ച് പോലീസ് ഇങ്ങനെയാണ് പറയുന്നത്, തിരുവല്ല പോലീസ് ഇങ്ങനെയാണ് പറയുന്നത്: ഉന്നതമാകുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ഈ ദമ്പതികൾ ഇങ്ങനെ അതിദാരുണമായി കൊല്ലപ്പെടുവാനുണ്ടായ കാരണം ഒരു വാർദ്ധക്യ സഹജമാകുന്ന ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോഴേ അവർക്ക് ആശ്രയമാകേണ്ട, അഭയമാകേണ്ടുന്ന ഒരേ ഒരു മകൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ട് അവനെ ചികിത്സിക്കുവാൻ വേണ്ടി അനേക ദിവസങ്ങൾ, അനേക ഹോസ്പിറ്റലുകൾ, കൗൺസിലുകൾക്കൊക്കെ കയറി ഇറങ്ങി അവർക്കുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ അവൻ അക്ഷീണം അവർ ചെലവാക്കിയതിനു ശേഷവും വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരേ ഒരു മകന്റെ വിടുതൽ കാണാൻ കഴിയാതെ ഈ ലോകത്തു നിന്ന് തന്നെ വാർദ്ധക്യത്തിന്റെ ആ ഭാഗത്ത് ഈ ദമ്പതികൾ സ്വയം കത്തിച്ച് ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് മദ്യം ഒരു കുടുംബത്തിനെ എങ്ങനെ ബാധിക്കുന്നു, മദ്യം ഒരു സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അക്ഷീണം വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം മണ്ഡലങ്ങൾ, കേരളം എന്ന് കേട്ടാലോ ജ്വലിക്കണം ചോരസിരകളിൽ എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന പാട്ടിന്റെ ചരണങ്ങളാണ്. ഈ മദ്യത്തിന്റെ ചരണങ്ങളൊന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ ഭാഗത്തേക്ക് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അമിതമായ ഉപയോഗം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ അത്ര സുന്ദരമായ, അത്ര മനോഹരമായ വാർത്തകൾ ഒന്നും തന്നെയല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് പുറത്തു വരുവാൻ
ഇടയാകുന്നത്. 100% സാക്ഷരതയുള്ള ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നതിൽ ഒന്ന് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം, ആഫ്രിക്കയിൽ മനുഷ്യനെ തിന്നുന്ന ആളുകൾ ഉണ്ടായിരുന്നു. മനുഷ്യനെ തിന്നുന്ന ആളുകളെ രൂപാന്തരപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ സന്ദേശമാണെന്നുള്ള കാര്യം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ 100% സാക്ഷരതയുള്ള പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ 21ാം നൂറ്റാണ്ടിൽ കേട്ടുകേൾവിയില്ലാത്ത നരബലി നടക്കുവാനിടയായി തീർന്നു. മുഹമ്മദ് ഷാബി എന്നറിയപ്പെടുന്ന മന്ത്രവാദിയുടെ നേതൃത്വത്തിൽ ഭഗവത് സിംഗും ലൈല എന്നറിയപ്പെടുന്ന ദമ്പതികൾ ചേർന്ന് അവൻ 2 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കി, യാതൊരു അവൻ സങ്കോചവും കൂടാതെ വെട്ടി നുറുക്കി അവരുടെ ഭവനത്തിൽ അത് സൂക്ഷിച്ചതിന് ശേഷം, അവരുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം അവർ നമ്മുടെ വീടുകളിലൊക്കെ ചിക്കനും മട്ടനും ഒക്കെ പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തെ പാചകം ചെയ്ത് കഴിച്ച ഒരു കിരാതമായ സംഭവം ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നൊന്നും നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പൊതുവായി പറയുന്ന പ്രിയപ്പെട്ടവരല്ല. എങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പത്തനംതിട്ട പോലീസ് പുറത്തുവിട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവൻ മുഹമ്മദ് ഷാബി എന്നറിയപ്പെടുന്ന ഈ മന്ത്രവാദിയും ഭഗവത് സിംഗും ലൈലയും ഒക്കെ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായിരുന്നത് കൊണ്ട് സങ്കോചം കൂടാതെ മനുഷ്യ ശരീരത്തെ വെട്ടി നുറുക്കി പീസാക്കിയതിനു ശേഷം അതിനെ മൃഗങ്ങളുടെ ഭക്ഷണം പാകം ചെയ്തു കഴിക്കുന്നത് പോലെ കഴിക്കുവാനുള്ള പ്രേരണ അവർക്ക് തന്നു എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്, മദ്യം മയക്കുമരുന്ന് ഒരു വ്യക്തിത്വത്തെ മാത്രമല്ല, ഒരു സമൂഹത്തെ, ഒരു കുടുംബങ്ങളെ, എന്തിനേറെ ഒരു നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് സന്തോഷമില്ലായ്മ, ഉറക്കമില്ലായ്മ, ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് വൈകാരികമായിട്ട് പ്രതികരിക്കുക, ഇതുകൊണ്ടുള്ള സിംറ്റംസ് വരുമ്പോഴത്തേക്കും എന്താണ് ആ കുട്ടിക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്നുള്ളത് നമ്മൾ പേരൻസ് മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർമാരുടെ സേവനം എവിടം വരെ നമ്മുടെ ലാസ്റ്റ് വൈനാപ്പള്ളി വരെ ഉണ്ട്. വൈനാപ്പള്ളി ആശംസകൾ അർപ്പിക്കുന്നു. CM-ന്റെ നാഷണൽ മൂവ്മെന്റ് നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സന്ദേശ റാലിയാണ് ഇവിടെ കടന്നുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ദേശനിവാസികളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ മനോഭാവത്തോടെ മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കുവാൻ നല്ലവരായ കിഴക്കേക്കരള ദേശനിവാസികള് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അണിനിരക്കാം. ഈ സമയത്ത് പോയിറങ്ങാനും പാടില്ല. അവർ സ്വയം കത്തി ഈ ലോകത്തോട് വിട പറയുവാനിടയായി തീർന്നു. ഇതാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന ദുരന്ത ഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു മരണമുണ്ടായാൽ
ഇതോടെ കഴിക്കുകയാണ് ഗൈസ്. നീ മിണ്ടരുത് ഞാൻ എടുക്കുവാ. അവൻ കുളം വന്ന് എൻ്റെ വീട് അവൻ എടുക്കണോ എടുക്കട്ടെന്ന് വിചാരിച്ചു. ഒന്നുണ്ട് നീ എടുത്തു. നീ അതിനൊക്കെ തകർക്കുകയല്ലേ സാക്ടൊക്കെ കൊടുത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചിരിച്ചില്ലെന്ന് നിൽക്കുകയാണ്. ജോയല് വീട് എടുക്കുന്നുണ്ടോ? പിന്നെ പോകുന്ന ചക്കോത്തി ചോറിരിക്കുന്നു ഗൈസ്. നല്ല ചൂട് ചോറ്, ഇച്ചിരി മീന്. ആ ആഹാ കല്യാണം കാണുന്നത്. ഞങ്ങള് ന്യൂസിലൊക്കെ നോക്കും. എന്റെ ഫോട്ടോ കേട്ടില്ല. ചേട്ടോ